കലക്കം തൃശ്ശൂരിന്റെ കലാമുറ്റത്ത് കലാമത്സരങ്ങൾ ഇങ്ങനെ പൊടി പൊടിച്ച് നിൽക്കുമ്പോൾ എൻ്റെ തൊട്ടടുത്ത ഒരാൾ കൂടെയുണ്ട്. അപ്പോൾ ആരാണ് എന്ന് പരിചയപ്പെടുത്താതെ തന്നെ ഇപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും. വെൽക്കം വിപിൻ. വെൽക്കം. താങ്ക് യു. കലോത്സവ മുറ്റത്ത് നമ്മൾ ഇങ്ങനെ നിൽക്കുമ്പോൾ സിനിമാ താരമല്ല, മറ്റൊരാളല്ല, മത്സരാർത്ഥിയാണ്, ഒരു കലോത്സവ കുട്ടിയാണ് അല്ലേ? വേറൊരു ഫീലും അല്ല. കലോത്സവത്തിന്റെ ഈ ആരവങ്ങളിലേക്ക്, മേളങ്ങളിലേക്ക്, ശാസ്ത്രീയ സംഗീതത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ, ചെലങ്കയുടെ താളം കേൾക്കുമ്പോൾ, ചെണ്ടമുട്ടിന്റെ താളം കേൾക്കുമ്പോൾ നമ്മളെല്ലാവരും പിന്നെ കലോത്സവ കുട്ടികളാണ്. അങ്ങനെയാണോ? അത് തന്നെയാണ്. ഞാൻ ഈ വേദിയിലേക്ക് കയറിയ മുതല് നെഞ്ചിടിപ്പ് കൂടിയിട്ട് വയ്യാറുണ്ട്. കാരണം ഞാൻ പറയായിരുന്നു, സ്റ്റേജിന്റെ പുറകിലിരിക്കുന്ന അതേ ഫീലിംഗ്, അതേ ടെൻഷൻ, ഒരു കാര്യമില്ലാതെ ഒരു ടെൻഷൻ. ആ ചെസ് നമ്പർ കോളൊക്കെ കേൾക്കുന്ന സമയത്ത്, ആ കർട്ടൻ പൊങ്ങുന്ന സമയത്ത് ഒരു നെഞ്ചടിപ്പാണ്, ഒരു പകപ്പങ്ങടി കയറാനുണ്ട്. സത്യം അല്ലേ? ആ പുറകിലിരിക്കുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ടെൻഷൻ എന്താണെന്നറിയാമോ? അതായത് നമ്മുടെ ചെസ് നമ്പർ വിളിക്കുമല്ലോ, ഈ നമ്പർ വിളിക്കുന്ന നമ്മൾ കേൾക്കാതെ പോകുന്നു, നമ്മൾ ഓൾറെഡി ഓവർ തിങ്ക് ചെയ്യും. അത് കേട്ടില്ലെങ്കിലോ, ചെസ് നമ്പർ 48 എന്നൊക്കെ പറഞ്ഞ ആ നമ്പർ നമ്മൾ കേട്ടില്ലെങ്കിലോ, ഭയങ്കര അലേർട്ടായിട്ട് നിന്നാലും അത് കേൾക്കാണ്ട് പോണതിനെ പറ്റി ഓവർ തിങ്കിങ് ആണ്. അപ്പോൾ ഈ കലോത്സവ 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ മുറ്റത്ത് ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ പുറകോട്ടായിരിക്കും പോകുന്നത് ഓർമ്മകൾ? പുറകോട്ടാണ് പോകുന്നത്. പക്ഷെ ഇപ്പൊ എനിക്ക് മുന്നോട്ട് പോകാനാണ് ഇഷ്ടം. കാരണം മുന്നോട്ടാണ് എന്റെ പടം ശുക്രൻ റിലീസ്. അതിന്റെ വിശേഷങ്ങൾ തുടങ്ങാം നമുക്ക്. ശുക്രൻ രണ്ട് കൈയും വിരിച്ച ബിപിൻ ജോർജ് ഇങ്ങനെ നിൽക്കുകയാണ്. അതെ, എല്ലാവർക്കും കാറ്റ് കിട്ടാൻ വേണ്ടി വിശറി രൂപത്തിൽ. ജഡായു ആണോ ലോറിന്റെ പേര്? ജഡായു ആണ്. ജഡായുടെ മുകളിൽ ശുക്രൻ അങ്ങനെ ഉദിച്ചു നിൽക്കുകയാണ്. അതെ. എന്നാണ് സിനിമയുടെ റിലീസ്? ഫെബ്രുവരി 6. ഫെബ്രുവരി 6-ന്. അപ്പോൾ ഈ പുതുവർഷത്തിന്റെ ആരംഭത്തിൽ പുതിയൊരു ശുക്രൻ ഉദിക്കട്ടെ സിനിമാ ജീവിതത്തിൽ. ഇനി അങ്ങോട്ടുള്ളത് മൊത്തം ശുക്രദശയാവട്ടെ ബിപിൻ ജോർജിന് എന്ന് നിങ്ങളുടെ നാക്ക് പൊന്നാവട്ടെ ആശംസിക്കുകയാണ്. ഏതായാലും കലോത്സവത്തിന്റെ മുറ്റത്ത് വെച്ചാണ് നമ്മൾക്ക് ബിപിൻ ജോർജിനെ വീണ്ടും കിട്ടുന്നത്. അപ്പോൾ ഈ കലോത്സവ മത്സരങ്ങളിൽ, കലോത്സവ വേദികളിൽ നിന്നാണ് ബിപിൻ ജോർജ് സിനിമയിലേക്ക് എത്തുന്നത് എന്ന് പറഞ്ഞാലും തെറ്റില്ല. അല്ല, അങ്ങനെയല്ല, അത് തെറ്റാണ്. അല്ലല്ല, വെറുതെ ഞാൻ നുണ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കലോത്സവത്തിന് ഞാൻ സത്യത്തിൽ വലിയ മത്സരിച്ചിട്ട് എനിക്ക് സമ്മാനങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അങ്ങനെ ഒരു നോട്ടബിൾ സ്റ്റുഡന്റോ നോട്ടബിൾ കലാകാരനോ ആയിരുന്നില്ല. സമ്മാനമല്ല, ഞാൻ മത്സരിക്കുമായിരുന്നു എല്ലാ കൊല്ലവും. എനിക്ക് തോന്നുന്നു +2 വരെ. പിന്നെ ഞാൻ BEdന് പഠിച്ചിരുന്ന സമയത്ത് നാടൻപാട്ടിനൊക്കെ ഞാൻ മത്സരിച്ചിട്ടുണ്ട്. അത്രേ വേണ്ടൂ. അത്രേ ഉള്ളൂ. പാർട്ടിസിപ്പൻസ്. നമുക്ക് ഈ വിജയോ തോൽവിയോ അല്ലല്ലോ, പ്രാതിനിധ്യം. എവിടെ ചെണ്ടക്കോല് വീഴുന്നോ അവിടെ ഏത് കലാമത്സരമുണ്ടോ ആ കലാമത്സരങ്ങളിലൊക്കെ നമ്മൾക്ക് പങ്കെടുക്കുക. അതിലൂടെയാണല്ലോ പ്രതിഭകളെ വളർത്തിയെടുക്കുന്നത്. ഓരോ മനുഷ്യന്മാരുടെ ഉള്ളിൽ, ഓരോ കുട്ടികളുടെ ഉള്ളിൽ എന്ത് കഴിവാണുള്ളതെന്ന് ആർക്കും മനസ്സിലാവില്ല. അതിങ്ങനെ ഓരോ മത്സരങ്ങൾക്ക് പങ്കെടുക്കുമ്പോൾ, സ്പോർട്സ് ഐറ്റങ്ങൾക്ക് പങ്കെടുക്കുമ്പോഴാണ് ആ കുട്ടിയുടെ ഉള്ളിലെ പ്രതിഭ, സർഗസൃഷ്ടിയൊക്കെ നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റുന്നത്. അങ്ങനെ പുറത്തേക്ക് എത്തിച്ച പല കഴിവുകളുമുണ്ട് ബിപിൻ ജോർജിൻ്റെതായിട്ട്. സിനിമാഭിനയം മാത്രമല്ല, പാട്ടുണ്ട്, മിമിക്രി ഉണ്ട്, മോണാക്ട് ഉണ്ട്. എന്തില്ല എന്ന് ചോദിച്ചാൽ മതി. പാടിത്തുടങ്ങാലോ? പാടിത്തുടങ്ങാം. അപ്പൊ പാടട്ടെ പാട്ട്. ഏതെങ്കിലും പാടിയാ മതിയല്ലോ അല്ലേ? നമ്മുടെ ചുറ്റും നിൽക്കുന്ന ആളുകളൊക്കെ കാത്തിരിക്കുന്നത് ബിപിൻ ജോർജിന്റെ പാട്ട് വേണ്ടേ? പാട്ട് പാടിക്കണ്ടേ? കണ്ടോ? ഓക്കെ. ഞാൻ പാടാൻ തുടങ്ങുമ്പോ അപ്പൊ തുടങ്ങും അവിടെ. എന്റെ പിച്ച് വേറെ പോവും. അത് കുഴപ്പമില്ല. ഈ കലോത്സവ വേദി എന്ന് പറയുന്നത് ഒരു ഹാർമണി ആണല്ലോ, ഒരു സിംഫണി ആണല്ലോ. എല്ലാത്തിന്റെ നടുവിൽ നിന്നാണ് നമ്മൾ പാടുന്നത്. ഓക്കെ, തുടങ്ങാം. ഓക്കെ. തൂമന്നിൻ നെഞ്ചിലൊതുങ്ങി മുന്നാഴി കനവ്, തേനോലും സാന്ത്വനമായി ആലോലം കാറ്റ്, സന്ധ്യാരാഗവും തീരവും വേർപിരിയും വേളയിൽ എന്തിനും വന്നു നീ പൂന്തിങ്കളെ, തൂമന്നിൻ നെഞ്ചിലൊതുങ്ങി മുന്നാഴി കനവ്. സമൂഹം എന്ന ചിത്രത്തിലെ മനോഹരമായ ദാസേട്ടൻ പാടിയ പാട്ട്, സുരേഷ് ഗോപി അഭിനയിച്ച സിനിമ, സുഹാസിനി അഭിനയിച്ച സിനിമ, അങ്ങനെ മലയാളികളുടെ മനസ്സിൽ ഗൃഹാതുരത എന്നും ഉണർത്തുന്ന ഒരു പാട്ടാണല്ലേ. എത്ര കാലം കഴിഞ്ഞാലും അത് ഇപ്പോഴത്തെ ജെൻസി കിഡ്സ് വരെ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പാട്ട്. ഞാൻ ഏറ്റവും കൂടുതൽ പാടുന്ന മറ്റേ കോളേജുകളിലേക്ക് പോകുമ്പോൾ പലപ്പോഴും ഇങ്ങനെ മെലഡി ഒരു 5-6 പാട്ട് ഒരുമിച്ച് ഇങ്ങനെ ഒരു പാടാറുണ്ട്. അപ്പൊ അതിൽ ഫസ്റ്റ് പാട്ട് ഇതാണ്.
അപ്പൊ എന്റെ വിചാരം പലപ്പോഴും പുതിയ പിള്ളേർക്ക് ഇത് അറിയില്ലെന്ന്, പക്ഷെ എല്ലാവരും എല്ലാവരും ഏറ്റുപാടാറുണ്ട്. ഏറ്റുപാടാറുണ്ട്. അപ്പൊ പോരട്ടെ അടുത്ത പാട്ട്. ഇനിയാ പോയ ഇനി വീട്ടിൽ പോണ്ടേ? വേണ്ടേ പാട്ട് വേണ്ടേ? പിന്നെ ഇത് മതിയോ? മതി, മതി. ഒരു ഫാസ്റ്റ് നമ്പർ വേണ്ടേ? ഒരു അടിച്ചുപൊളി നമ്പർ വേണ്ടേ? അത് പാടാതെ വിടില്ല വിപിൻ. ഞാൻ പൊക്കോളം പറഞ്ഞാൽ ഇവര് വിടും തോന്നില്ല. അങ്ങനെ എന്റെ പ്രിയ സുഹൃത്തിനെ കൂടി വിളിക്കുന്നു. വരട്ടെ. ഇദ്ദേഹമാണ് നമ്മുടെ വെടിക്കെട്ട് കേട്ടല്ലോ എല്ലാരും. വെടിക്കെട്ടിലെ എല്ലാ പാട്ട് എഴുതി മ്യൂസിക് ചെയ്ത ആളാട്ടോ. ആ, നമസ്കാരം. നമുക്ക് ആടണ്ടാലും പാടാം. പിടിച്ചോ മൈക്ക്. 1 2 3 സ്റ്റാർട്ട്. ആടണ കണ്ടാലും പാടണ കണ്ടാലും കാണാൻ അഴകുള്ള പെണ്ണിവള, കാണുന്നവരെല്ലാരും കണ്ണുവെച്ചിടും കരിനീല കണ്ണുകളുള്ളവള, നല്ല കട്ടിച്ചുവപ്പുള്ള ചുണ്ടുകള. ആടണ കണ്ടാലും പാടണ കണ്ടാലും കാണാൻ അഴകുള്ള പെണ്ണിവള, കാണുന്നവരെല്ലാരും കണ്ണുവെച്ചിടും കരിനീല കണ്ണുകളുള്ളവള, നല്ല കട്ടിച്ചുവപ്പുള്ള ചുണ്ടുകള. കണ്ടൊരാ നാൾ മുതൽ കൺമണി നീ എന്റെ നെഞ്ചിലായി കേറിയില്ലേ, കണ്ടൊരാ നാൾ മുതൽ കൺമണി നീ എന്റെ നെഞ്ചിലായി കേറിയില്ലേ. കാണും കിനാവില എന്നും വിരിയുമൻ വെൺമേഘ പൂക്കളല്ലേ, പെണ്ണെ നീ എന്റെ സ്വന്തമല്ലേ. ആടണ കണ്ടാലും പാടണ കണ്ടാലും കാണാൻ അഴകുള്ള പെണ്ണിവള, കാണുന്നവരെല്ലാരും കണ്ണുവച്ചിടും കരിനീല കണ്ണുകളുള്ളവള, നല്ല കട്ടിച്ചുവപ്പുള്ള ചുണ്ടുകള. പോരട്ടെ, ഒരു സിനിമാ നടൻ ഇങ്ങനെ വന്നെന്ന് നിങ്ങക്ക് വേണ്ടി പാടിത്തരാണ്. പോരെ പോരെ, കയ്യടി പോരാ. പോരട്ടെ, എങ്ങനെ ഉണ്ടായിരുന്നു പാട്ട്? ഇത് ഞങ്ങളുടെ ആളാ, പുള്ളി നല്ലതേ പറയുള്ളൂ. ഇനി എന്തുവാ? അപ്പൊ നിങ്ങൾ അല്ലാത്ത ഒരാളോട് ഞാൻ ചോദിക്കാം, എങ്ങനെ ഉണ്ടായിരുന്നു ചേട്ടാ പാട്ട്? അടിപൊളി. ചേച്ചി പറ, എങ്ങനെ ഉണ്ടായിരുന്നു പാട്ട്? അടിപൊളി അടിപൊളി. കണ്ടോ, നിങ്ങൾ അല്ലാത്ത ഇവരൊക്കെ എന്റെ ആൾക്കാരാ. എല്ലാവരും വിപിൻ ജോർജിന്റെ ആൾക്കാരാ. ഞങ്ങൾ എല്ലാവരും വിപിൻ ജോർജിന്റെ ഫാനാണ്. താങ്ക് യു. കേരളം മുഴുവൻ അല്ല, മലയാളികൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ എല്ലാവരും നിങ്ങളുടെ ആളുകൾ തന്നെയാണ്. നമ്മൾ ഒന്നാണ്. യെസ്. അപ്പൊ ഫെബ്രുവരി 6 തീയതി ശുക്രൻ. താങ്ക് യു സോ മച്ച്. നേരത്തെ പറഞ്ഞത് ഞാൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാണ്. ഫെബ്രുവരി 6 മുതൽ ശുക്രദശയാകട്ടെ. താങ്ക് യു. നിങ്ങൾ എവിടെ നിന്ന് റീചാർജ് ചെയ്യണം? വൻ വൈബാണല്ലോ. ഞങ്ങളൊക്കെ വെയിലത്തി എടുത്ത് തളർന്നു. ഇത് ഫുൾ ഓൺ ഫുൾ പവർ. ഫുൾ പവർ ഫുൾ പാക്ട്. യെസ്. അപ്പോൾ Okay, അതാണ് thank you. കലോത്സവം. താങ്ക് യു സോ മച്ച്. പേര്? ഒരുപാട് തിരക്കുകൾക്കിടയിലാണ് വിപിൻ ജോർജ് കൈരളി ന്യൂസിന്റെ കലോത്സവം കലക്കം തൃശ്ശൂരിന്റെ വേദിയിലേക്ക് എത്തിയത്. താങ്ക് യു സോ മച്ച്. പേരെന്താ നിങ്ങളുടെ? പേര് വിനിഷ. വിനിഷയ്ക്ക് നല്ലൊരു കൈയുടെ. താങ്ക് യു സോ മച്ച്.